ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരാനുള്ളൊരു ചാൻസ് ഉള്ളൊരു വീഡിയോ ആയിരിക്കും. കാരണം പലരും പറയാറുണ്ട് താങ്കൾ മറ്റുള്ളവരെ വർക്കിനെ പറ്റി കുറ്റം പറഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണെന്ന്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഡെയിലി വീഡിയോ എടുക്കും. മറ്റുള്ളവരെ വർക്കിനെ പറ്റി കുറ്റം പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അല്ല. ഞാൻ എനിക്ക് കണ്ട് അതായത് ഇനിയൊരാൾ ഈ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ അവർ ചെയ്തൊരു മിസ്റ്റേക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് വലിയ മിസ്റ്റേക്ക് ആണെങ്കിൽ മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പോൾ അതേപോലത്തെ ഒരു മിസ്റ്റേക്കാണ് ഈ സൈറ്റിൽ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ പ്ലംബിംഗ് വർക്ക് പോലെയല്ല ഇലക്ട്രിക്കൽ വർക്ക്. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് അവിടെ കത്തിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ അപകടം വരും. കാരണം അപകടം വരും പറഞ്ഞാൽ ഞങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ കുവൈത്തിൽ നടന്ന അപകടം, മറ്റേ ഒരു വയറിംഗ് ഷോർട്ടേജ് മുഖാന്തരം അപകടം വന്ന് എത്രയോ അപകടങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് വയറിങ്ങിൽ നല്ല ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ എളുപ്പപ്പണി ചെയ്തിട്ട് കള്ളത്തരം ചെയ്തിട്ട് ഒരിക്കലും പോകരുത്. ഒരു 80 അല്ലെങ്കിൽ 85% ആൾക്കാർ നല്ല രീതിയിൽ വയറിങ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഇല്ലെങ്കിൽ 15-20% ആൾക്കാർ പൈസയുടെ ആക്രാന്ത മൂത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, അങ്ങനെ മൂത്ത് പണിയെടുത്ത് എളുപ്പത്തിൽ ചെയ്തു പോകുന്നവരാണ്. അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഈ പണിയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴത്തെ കംപ്ലയിൻറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇതിൻ്റെ RCCB കൊടുത്തിരിക്കുന്ന ഒന്നാമത് ഫസ്റ്റ് RCCB, പിന്നെ ഐസൊലേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത് അവിടെ പോട്ടെ. അതല്ലാതെ ഈ വയറിൻ്റെ ഇൻസുലേഷനാണ് ഈ കയറി കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടായിട്ട് കത്തിക്കുകയാണ്. അതായത് ഈ വയറിൻ്റെ ഇൻസുലേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ട് ചൂടായി കത്തിക്കുകയാണ്. അത് മാത്രമല്ല, അത് ഈ കാണുന്ന എല്ലാത്തിൻ്റെയും സ്ക്രൂ ലൂസാണ്, ഫുൾ ലൂസാണ്. നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴാണ് ടൈറ്റായി വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്തൊരു സീന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ താഴ്ഭാഗത്ത് ബെഡും അതേപോലെ ബുക്കുകളോ കംപ്ലീറ്റ് സാധനങ്ങളാണ്. ഇവർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ മൊത്തത്തിൽ കത്തിപ്പിടിച്ചിരുന്നു. കാരണം ഇത് പെട്ടെന്ന് അവർ എന്നെ വിളിച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റി. കാരണം ഇത് കണ്ട ഫുള്ള് കരിഞ്ഞ് ഈ വയറുകൾ തമ്മിൽ ജോയിൻറ്റ് ലോക്കായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടായിട്ട് ഇത് മൊത്തത്തിൽ ചൂടായി നിൽക്കുകയാണ്. കാരണം അത്രയും വയറുണ്ട്. ഈ കാണുന്ന പോലെ മറ്റുള്ള വയറിൽ ഒട്ടിപ്പിടിച്ചു. അങ്ങനെ വരുമ്പോഴാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന RCCB ഒന്നും ട്രിപ്പ് ആവില്ല അങ്ങനെ വരുന്ന സമയത്ത്. കാരണം ഇത് വരുന്ന ഇന്നാണ് ഔട്ട് പറഞ്ഞ സാധനം. നമ്മൾ ഇവിടുന്ന് MCBന്ന് അല്ല ഈ RCCBന്ന് പോകുന്നതാണ് ഔട്ട് വരിക. ഈ ഇന്നിലാണ് ഈ കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ വിഷമം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതായി നിൽക്കുന്ന സമയത്ത്, ഷോർട്ടേജ് ആവുന്ന സമയത്ത് ഇതിനെക്കാട്ടും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തുള്ള ഫ്യൂസാണ്. ആ ഫ്യൂസ് കമ്പി കെട്ടിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് ലോഡിലാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫ്യൂസ് പോകാനുള്ളൊരു ചാൻസും ഇല്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇതിൻ്റെ അടിഭാഗത്ത് നോക്കിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതേപോലെ ഒരു ബെഡ് ഉണ്ട്. ബെഡിൻ്റെ അടിയിൽ തന്നെ ഒരു തലേനുണ്ട്. ഫുള്ള് ബുക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബുക്കും കാര്യങ്ങളാണ്. ഞാൻ ആ ഓണറിൽ തന്നെ കാര്യം പറഞ്ഞു, ഇത് ഒരിക്കലും ഇതിൻ്റെ അടിയിൽ ഒന്നും വെക്കാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ഷോർട്ടേജ് ആയിക്കഴിഞ്ഞാൽ ഈ കാണുന്ന മൊത്തക്കപ്പാടെ കത്തിപ്പിടിച്ച് ഒക്കെപ്പാടെ ആളിപ്പോകും. കാരണം ഫുള്ള് കച്ചറ അതിൻ്റെ ഉള്ളിൽ. ഇതിവർ സ്റ്റോർ റൂമാണ് ശരിക്കും പറഞ്ഞാൽ. ഇവർ സ്റ്റോർ ചെയ്യുന്ന റൂമാക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു ബെഡ്റൂമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ശരിക്കും നമ്മൾ ബെഡ്റൂമിൻ്റെ ഉള്ളിലൊന്നും DB വെക്കരുത്. പെട്ടെന്ന് നമുക്ക് ഓഫ് ആക്കാവുന്ന രീതിയിൽ വേണം DB ഒക്കെ സെറ്റ് ചെയ്യാൻ. ആ ഒരു ഹാളിലോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലോ പെട്ടെന്ന് ആക്സസ് എത്തുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ. കാരണം ഇതിൻ്റെ തൊട്ട ബാക്കിലാണ് മീറ്റർ ബോർഡ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പണ്ടത്തെ ആൾക്കാർ ചെയ്തത്. പക്ഷേ ഇത് രണ്ടാമത് DB വെക്കാം. ഇവിടെ പണ്ട് പറഞ്ഞാൽ മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് മാഡം പറഞ്ഞത്. പിന്നെ രണ്ടാമത് ഇവർ DB മാറ്റാൻ വന്നവരാണ് ഇങ്ങനെ ചെയ്തു വെച്ച് പോയത് കേട്ടോ. അപ്പോൾ പലരും ചോദിക്കാറുണ്ടാവും, ഇത് ഓണറല്ലേ ചെയ്ത്, ഓണറിന് ഇത് അവർ സ്റ്റോർ ചെയ്ത് വെച്ചാലേ അത് അവരല്ലേ അതിൻ്റെ കുറ്റം ചെയ്തതെന്ന് പറയുണ്ടാവും. ശരിയായിരിക്കും. ഇത് ഓണർമാർ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് ആക്കി സ്റ്റോർ ചെയ്ത് വെച്ചതായിരിക്കും. പക്ഷേ നമ്മളെ ഈ DBൻ്റെ ഉള്ളിൽ കൊടുത്ത അവസ്ഥ തന്നെ ഞാൻ പറയുന്നത്. നമ്മൾ അപ്പോൾ തന്നെ ഇവരെ ഈ വീടിൻ്റെ ഓണറുടെ അടുത്ത് പറഞ്ഞ് കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റാൻ പറഞ്ഞു. ഞാൻ ഈ DB ഡ്രസ്സിങ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് രാത്രിയായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ കച്ചറയും കാര്യങ്ങളൊക്കെ കുറച്ച് നീക്കിയിട്ട് അവിടുന്ന് പോയത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ കണ്ടോ, ഫേസും ന്യൂട്രും ടച്ചായി കിടക്കുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷോർട്ടേജ് ആവിയിട്ടില്ല. ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഷോർട്ടേജ് ആയതാണെങ്കിൽ മൊത്തത്തിൽ അവിടെ കത്തി ഉണ്ടാവും. കാരണം ഇത് പണ്ടത്തെ വയറാണ്, കത്താൻ ചാൻസ് ഉള്ള കൂടുതലുള്ള വയറാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ വയർ അങ്ങനെ പെട്ടെന്ന് കത്തി പിടിക്കില്ല. എന്നാൽ പണ്ട് കാലത്തെ വയർ ഫുള്ള് കത്താൻ ചാൻസ് കൂടുതലാണ്. കാരണം ഈ ഇൻസുലേഷൻ്റെ അവിടേക്ക് എത്താനായിരിക്കണു. അപ്പോൾ ഞാനെന്താ ഈ വീഡിയോയിൽ പറയാൻ കാരണം വെച്ചാൽ 1, 2, 3 കംപ്ലയിൻ്റ് ഉണ്ട് ഇവിടെ. ഒന്നാമത്തെ കംപ്ലയിൻറ്റ് പറയുന്നത് ഇത് കൊടുത്തത് തെറ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഐസൊലേറ്റർ, പിന്നെ RCCB ആണ് വരിക. നമ്മൾ സാധാരണ രീതിയിൽ മെയിൻ സ്വിച്ചിൽ നിന്നാണ് RCBക്ക് വരിക. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് ഇതിൽ 100 മില്ലി ആംപിയർ RCB ആണ് വെച്ചിരിക്കുന്നത്. അതായത് 100 മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ട്രിപ്പിംഗ് അവിടെ നടക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാരണവശാലും അവിടെ ട്രിപ്പ് ആവില്ല.
ഇനി അഥവാ 30 മില്ലി ആംബിയർ ആണ് നമുക്ക് ശരിക്കും ഒരു RCB വെക്കേണ്ടത് കേട്ടോ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആള് പറഞ്ഞത് ഇവർ കുറച്ച് കാലം മുമ്പ് ഇത് ട്രിപ്പായിരുന്നു. അപ്പോൾ ഇലക്ട്രീഷ്യൻ വന്ന് വേറൊരു ELCB RCB വെച്ചതാണ്, അപ്പോഴാണ് ട്രിപ്പിംഗ് ശരിയായി എന്ന് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ 30 മില്ലിന്ന് മാറ്റിയിട്ട് 100 മില്ലിക്ക് ആക്കിയപ്പോൾ അവിടെ ട്രിപ്പിംഗ് ശരിയായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ട്രിപ്പാവില്ല. 100 മില്ലി എങ്ങനെ ട്രിപ്പാവുക? അത്രയും ഇതായാൽ മാത്രമേ ട്രിപ്പാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഷോക്ക് അടിച്ച് വെക്കുക. ഒരു മിക്സിന്നോ അല്ലെങ്കിൽ ഒരു അയൺ ബോക്സിന്നോ ഷോക്ക് അടിക്കുകയാണെങ്കിൽ ഒരിക്കലും അവിടെ RCB ട്രിപ്പാവില്ല. നമ്മുടെ ശരീരം 30 മില്ലി ആംബിയർ നമ്മുടെ ശരീരത്തിൽ കൂടി കടത്തി കഴിയുമ്പോഴത്തേനേക്കണം നമ്മൾ ഈ RCB ട്രിപ്പാവുക. അല്ലാതെ 100 മില്ലി കടക്കുമ്പോഴത്തേന് ആൾ ചിലപ്പോൾ വടിയാവും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ വീടുകളിൽ വെച്ചിരിക്കുന്ന RCB 30 മില്ലി ആണോ 100 മില്ലി ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഇനി അഥവാ 100 മില്ലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അത് മാറ്റേണ്ടതാണ് കേട്ടോ. ഉറപ്പായിട്ട് അത് മാറ്റി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ ഈ 30 മില്ലി ആംബിയർ വെക്കുമ്പോൾ RCB ട്രിപ്പ് ആവുമെന്ന് അറിയില്ല. കാരണം നമ്മൾ 100 മില്ലിന്ന് 30 മില്ലി ആക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ട്രിപ്പ് ആവുമെന്നില്ലെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഈ കണക്ഷൻ കൊടുത്ത ഭാഗം ജസ്റ്റ് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ വയറിൻ്റെ സ്ലീവിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും MCB അല്ലെങ്കിൽ സ്വിച്ച് ഏതായിക്കോട്ടെ ഇങ്ങനെ സ്ലീവിൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. സ്ലീവിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ സ്ലീവിലാണ് ടൈറ്റ് ചെയ്യുക. കോപ്പർ അവിടെ ഉള്ളിൽ ലൂസായി കിടക്കാവും. അപ്പോൾ എന്താ കുറേ കാലം കഴിയുമ്പോൾ ലോഡ് വന്ന് ഇതേപോലെ കത്താൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മൾ MCB ആണെങ്കിലും ഐസൊലേറ്റർ ആണെങ്കിലും ഈ RCB ആണെന്നുണ്ടെങ്കിലും ഒക്കെ നോക്കിയിട്ട് ടൈറ്റ് ചെയ്യുക. കോപ്പറിനെ കുറച്ച് പുറത്തേക്ക് വെച്ചിട്ട് ടൈറ്റ് ചെയ്താണ് ഏറ്റവും നല്ലത്. പുറത്തേക്ക് പറഞ്ഞാൽ ഒരുപാട് പുറത്തേക്ക് വെക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വൃത്തിയും വേണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വരില്ല. ഞാൻ നിലവിൽ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോ ചെയ്തതാണ്. പിന്നെ നമ്മളിവിടെ RCB 30 മില്ലി ആംബിയറിൻ്റെ V-ഗാർഡിൻ്റെ RCB ആണ് വെച്ച്. ഫസ്റ്റ് നമ്മൾ ഐസൊലേറ്റർ വെച്ചു, അത് കഴിഞ്ഞിട്ട് RCB വെച്ചു. ഈ കാണുന്ന എല്ലാ വയറും ലൂസാണ്. കാരണം ഈ MCBയിൽ കൊടുത്ത അടക്കം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആ യെല്ലോ വയർ കണ്ടില്ലേ, അതിലടക്കം ഇതാണ് കോപ്പറിലല്ല ലോഡായി നിൽക്കുന്നത്. ഏതിലാണ്? സ്ലീവിലാണ് ലോഡായി നിൽക്കുന്നത്. ഇപ്പോൾ ആരും അധികം ശ്രദ്ധിക്കാറുണ്ടാവില്ല. ചിലപ്പോൾ ഈ പഠിച്ചു വരുന്ന പിള്ളേരൊക്കെ ചിലപ്പോൾ അങ്ങനെ കൊടുത്തു പോകും. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടുത്തെ നമുക്ക് ഏകദേശമൊക്കെ ഒരു വൃത്തിയിലൊക്കെ നമ്മൾ DB ഡ്രസ്സ് ചെയ്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ സമയമില്ല, ഞാൻ രാത്രിയാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് കഴിയുന്ന ലെവലിൽ ഞാൻ എല്ലാം ഒന്ന് ഡ്രസ്സ് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ അത് കൊടുത്ത വഴിക്ക് ഇവിടെ ട്രിപ്പിങ്ങോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇന്നലെ അവർ ആ വീടുത്തെ മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു. ട്രിപ്പാവുന്നുണ്ട്, ചില സമയങ്ങളിൽ ട്രിപ്പാവുന്നുണ്ട് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് ഷോർട്ട് വീഡിയോയിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി കാണുക. ആ കംപ്ലൈൻറ്റ് ഞാൻ പരിഹരിച്ചാണ്. അതിൻ്റെ ലിങ്ക് മോൾ ഭാഗത്ത് ഞാൻ ചെറിയതായിട്ട് ആ വീഡിയോ ഇടാം കേട്ടോ. ഒരു കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിവില്ലെങ്കിൽ നമ്മൾ ഈ വർക്കിന് പോകാതിരിക്കായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത്. കാരണം നമ്മളെ വർക്ക് എപ്പോഴും ക്വാളിറ്റി കൊണ്ടുവരാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വർക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ആർക്കും എന്നെ പറ്റി ഒന്നും തോന്നരുത്. കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്നും തോന്നരുത്. നമ്മൾ ഇങ്ങനെ ഇനി അടുത്തൊരാൾക്ക് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.